ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അതെയല്ലേ? എല്ലാവർക്കും കിഡ്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമേ ടീച്ചർ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ നമ്പേഴ്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? എങ്കിൽ നമുക്ക് അതാ അവിടെ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ആരാണത്? എലിഫന്റ് ആണോ? എത്ര എലിഫന്റ് ഉണ്ട് ഇവിടെ? ഒന്നേ ഉള്ളൂ അല്ലേ? എത്ര എലിഫന്റ് ആണ്? ഒരു എലിഫന്റ്, 1 എലിഫന്റ്. ആ എലിഫന്റിന് എത്ര കാലുകൾ ഉണ്ടെന്ന് നോക്കാം. എണ്ണി നോക്കാം. 1 2 3 4. എത്ര കാലുകളാണ്? 4 legs ഉണ്ടല്ലേ? 4 കാലുകളുണ്ട്. എണ്ണം അറിയാമല്ലേ? എങ്കിൽ അതാ നോക്കൂ, ആരാണത്? കോഴിയമ്മയാണല്ലേ? ഹെൻ. ആരാണ് അവിടെ കാണുന്നത്? കോഴിയമ്മയെ കാണുന്നുണ്ടല്ലേ? കോഴിയമ്മയ്ക്ക് എത്ര കാലുകളുണ്ട്? 1 2. 2 കാലുകളേ ഉള്ളൂ അല്ലേ? എങ്കിൽ നമുക്ക് പഠിച്ച നമ്പേഴ്സ് ഒന്ന് നോക്കാം. ടീച്ചറിനോട് ചേർന്ന് എല്ലാവരും പറയണേ, ഉച്ചത്തിൽ പറയണം. 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര വരെയാണ് നമ്മൾ പഠിച്ചത്? 13 വരെ പഠിച്ചു അല്ലേ? ഒന്നും കൂടി എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13. 13 വരെ നമ്മൾ നമ്പേഴ്സ് എഴുതാൻ പഠിച്ചു അല്ലേ? 13 വരെയുള്ള സംഖ്യകൾ കൃത്യമായി എണ്ണാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ ഇതാ അവിടെ ഒരു കോഴിയമ്മയെ കണ്ടു അല്ലേ? ആ കോഴിയമ്മ വളരെ വിഷമിച്ചാണല്ലോ നിൽക്കുന്നത്. എന്താണ് കാരണമെന്ന് അറിയുമോ? കോഴിയമ്മയ്ക്ക് കുറെ മക്കളുണ്ട്, പക്ഷെ അവരെ ആരെയും കാണുന്നില്ല. മക്കളെ കണ്ടുപിടിക്കാൻ കോഴിയമ്മയെ നമുക്ക് സഹായിക്കാം. ഓക്കേ, ദാ എവിടെയൊക്കെയാണ് കോഴിയമ്മയുടെ കുഞ്ഞുങ്ങൾ ഉള്ളതെന്ന് നോക്കണേ. അവിടെയുണ്ടല്ലേ? അതാ 1 2. അതാ അവിടെയും കാണുന്നുണ്ടല്ലോ. 3 4 5 6 7 8 9 10. 10 കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു അല്ലേ? അതാ കോഴിയമ്മയുടെ സങ്കടം മാറിയില്ലല്ലോ. ഇനിയും മക്കളെ കാണാനുണ്ടോ? നോക്കാം. 11 12 13 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടല്ലേ? 13 chicks. 13 കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു. എന്താ കോഴിയമ്മ പറയുന്നത്? ഒരെണ്ണത്തിനെ കൂടി കാണാനുണ്ടെന്നോ? ഒന്നുകൂടി നോക്കാം നമുക്ക്. ദാ കോഴിയമ്മയുടെ 13 കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചു. ഇനി ഇതാ നിൽക്കുന്നു അടുത്ത കോഴിക്കുഞ്ഞ്. എത്രാമത്തെ കോഴിക്കുഞ്ഞാണെന്ന് അറിയുമോ? 13 കഴിഞ്ഞാൽ അടുത്ത കോഴിക്കുഞ്ഞ് ഇവിടെ ഉണ്ടല്ലേ? 14. എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് കോഴിയമ്മയ്ക്കുള്ളത്? 14 അല്ലേ? ദാ കോഴിയമ്മ സന്തോഷത്തോടെ മക്കളെയും കൂട്ടി പോവുകയാണല്ലേ? കോഴിയമ്മയ്ക്ക് സന്തോഷമായി. കോഴിയമ്മയ്ക്ക് മക്കളെ കിട്ടിയപ്പോൾ വളരെ ഹാപ്പി ആയല്ലോ, വളരെ സന്തോഷമായല്ലോ. അപ്പോൾ കോഴിയമ്മയ്ക്ക് എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 14 കുഞ്ഞുങ്ങൾ. 14. എത്രയാണ്? 14. എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് അവിടെ കണ്ടുപിടിച്ചത് നമ്മൾ? 14. 14 ചിക്സിനെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എങ്കിൽ അതാ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടോ?
എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 എണ്ണമായല്ലേ? ദാ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 11 12 13 14. 10നോട് ചേർത്ത് 4 എണ്ണവും കൂടി ആയപ്പോൾ എത്രയാണ് സംഖ്യ? 14. 10 and 4. 10 and 4 എത്രയാണ്? 14. 14. നമ്മൾ പുതിയൊരു സംഖ്യ പഠിച്ചു. 14. 14. അവിടെ എത്ര കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 14. 14. ഇവിടെ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 14. 14 എന്ന സംഖ്യ നമ്മൾ പഠിച്ചു അല്ലേ? 14 വരെ എണ്ണാൻ പഠിച്ചു. അടുത്തതാ അവിടെ എന്താണ് കാണുന്നത്? ബോളുകളാണല്ലേ? ബോൾസ്. എത്ര ബോൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 ഉണ്ട്. അതിന്റെ ബാക്കി എത്രയും കൂടി ഉണ്ട്? അതാ 1 2 3 4 5. 10 എണ്ണത്തിനോട് 5 എണ്ണം കൂടി ചേർത്ത് എണ്ണി നോക്കാം. ഇത് 10 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തിനെയും കൂടി ഈ 10 ബോളുകളുടെ കൂടെ എണ്ണി നോക്കാമല്ലേ? 1 2 3 4 5 6 7 8 9 10. ബാക്കിയുള്ളത് എണ്ണാം. 11 12 13 14. അതാ ഒന്നുകൂടി ഉണ്ടല്ലേ? 14 കഴിഞ്ഞാൽ ടീച്ചർ പറയട്ടെ സംഖ്യ? 15. 14 കഴിഞ്ഞാൽ 15. 15 എത്രയാണെന്ന് അറിയുമോ? 15. എത്രയാണ് 15? 15. എത്ര ബോളുകളാണ് അവിടെയുള്ളത്? 15. 15 ബോൾസ്. എത്ര ബോൾസ് ഉണ്ട്? 15. 15 ബോളുകൾ ഉണ്ടല്ലേ? 14 15 14 15. രണ്ട് സംഖ്യകൾ നമ്മൾ എണ്ണാനും എഴുതാനും പഠിക്കുകയാണ്. എണ്ണാൻ പഠിച്ചു. ഇനി നമ്മൾ ഈ സംഖ്യകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ദാ 14 എന്ന സംഖ്യ നമ്മൾ എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ 10 എഴുതിയത്? 1 എഴുതി 1നോട് ചേർത്ത് ഒരു 0 ഇട്ടപ്പോൾ ഏതാണ് സംഖ്യ? ഏതാണ് നമ്പർ? 10. അതുപോലെ 11 എന്ന് എഴുതിയപ്പോൾ ഒരു 1 എഴുതി 1നോട് ചേർത്ത് ഒരു 1 കൂടി എഴുതിയപ്പോൾ 11. 1 എഴുതി 2 എഴുതിയപ്പോൾ 12. അതുപോലെ 1നോട് ചേർന്ന് ഒരു 3 എഴുതിയപ്പോൾ 13. ഇതാ അടുത്തതായി 1നോട് ചേർത്ത് ഒരു 4 എഴുതി നോക്കാം. ഏതാണ് സംഖ്യ? 14. 1നോട് ചേർത്ത് 4 എഴുതിയാൽ സംഖ്യയുടെ പേരാണ് 14. അതുപോലെ 1നോട് ചേർത്ത് 5 എഴുതിയാലോ? 1നോട് ചേർത്ത് ഒരു 5 കൂടി എഴുതിയാൽ 15. 1 and 5 15. 15. 14 15 14 15. രണ്ട് നമ്പേഴ്സ് എഴുതാൻ പഠിച്ചില്ലേ? എങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ ബോളുകൾ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. എത്ര ബോൾസ് ആണ്? How many balls? 15. 15 ബോൾസ് ഉണ്ടല്ലേ? നമ്പേഴ്സ് എണ്ണാനും എഴുതാനും പഠിച്ചല്ലോ. എങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.